ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NDA UGC നെറ്റ് പേപ്പർ 1ന്റെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതിലെ മോക്ക് ടെസ്റ്റ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതുകൂടി കാണുക. ഓരോ മോക്ക് ടെസ്റ്റിലും 10 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം ആകും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പൊ നമുക്ക് എക്സാമിലേക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നിങ്ങൾ സ്വയം എഴുതി ശീലിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മോക്ക് ടെസ്റ്റും കഴിയുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements are correct about the National Assessment and Accreditation Council? താഴെ പറയുന്നവയിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിനെ കുറിച്ച് ശരിയായി പറയുന്ന സെന്റൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് എ റീജിയണൽ ഓഫീസ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Third one, it is tasked with the responsibility of assessing and accrediting institutions of higher education. Fourth one, it is funded by UGC. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് പ്രാദേശികമായ ഓഫീസുകൾ ഉണ്ട്. രണ്ടാമത് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മൂന്നാമത് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ അസസ് ചെയ്യാനും റാങ്കിംഗ് നൽകാനും ഉള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാലാമത്തത് അതിന് ഫണ്ട് നൽകുന്നത് UGC ആണ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിനെ കുറിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, ഓൾ ദി എബോവ്. ഓപ്ഷൻ ബി, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി, ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, ഇറ്റ് ഹാസ് എ റീജിയണൽ ഓഫീസ്, പ്രാദേശികമായി ഓഫീസുകൾ ഉണ്ട് എന്നുള്ളത്. അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാക്കിന്, നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിലിന് പ്രാദേശിക ഓഫീസുകൾ ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള, അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും റീജിയണൽ ഓഫീസസ്, പ്രാദേശികമായി ഓഫീസ് ഇല്ല. പക്ഷെ അതിന്റെ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരിലാണ്, പ്രാദേശികമായി ഓഫീസുകൾ ഇല്ല. രണ്ട് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി, സ്വതന്ത്ര ബോഡിയാണ്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ബോഡിയാണ് നാക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അസസ് ചെയ്യാനും അക്രഡിറ്റേഷൻ നൽകാനുമുള്ള റെസ്പോൺസിബിലിറ്റി ഈ കൗൺസിലിന് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഫണ്ട് നൽകുന്നത് UGC ആണ്. അപ്പൊ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ബി. Second question, which is a nodal agency for granting equivalence to degree awarded by foreign university? വിദേശ സർവകലാശാല നൽകുന്ന ഡിഗ്രിക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഏജൻസി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എ, UGC. ഓപ്ഷൻ ബി, നിതി ആയോഗ്. ഓപ്ഷൻ സി, ICSSR. ഓപ്ഷൻ ഡി, AIU. അപ്പൊ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അത് തുല്യതാ സർട്ടിഫിക്കറ്റുകളൊന്നും നൽകുന്നില്ല. അടുത്തത് നിതി ആയോഗ്, എഡ്യൂക്കേഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ളതാണ് നിതി ആയോഗ്. അടുത്ത ഓപ്ഷൻ ICSSR. ICSSR ഫുൾ ഫോം ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ICSSR. 1969 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത AIU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അല്ലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ് വിദേശ സർവകലാശാല സർട്ടിഫിക്കറ്റുകൾക്ക് ഈക്വലൻസ് നൽകുന്നത്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് is a status that may be conferred to a premier public higher education institution in India by. ഇന്ത്യയിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകുന്ന ഒരു പദവിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ആ പദവി നൽകുന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു പദവി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് UGC. ഓപ്ഷൻ ബി, ആക്ട് ഓഫ് പാർലമെന്റ്. ഓപ്ഷൻ സി, MHRD. ഓപ്ഷൻ ഡി, AIU.
ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈ ദ ആക്ട് ഓഫ് പാർലമെന്റ് ആണ്. Fourth question, which of the following private institutions are not recognized as institution of eminence as per the Ministry of Human Resource Development? Ministry of Human Resource Development പ്രമുഖ സ്ഥാപനമായി അംഗീകരിച്ചിട്ടില്ലാത്ത പ്രൈവറ്റ് സ്ഥാപനം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സാമിനായാലും നോട്ട് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് പ്രമുഖ സ്ഥാപനമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് നമ്മൾ അത് എഴുതും. അപ്പോൾ എക്സാമിന് വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വാക്കുകൾ. ഇവിടെ നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അംഗീകരിച്ചിട്ടില്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് BITS പിലാനി, BITS രാജസ്ഥാനിലാണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അടുത്തത് MAHE മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കർണാടകയിലാണ്, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അടുത്തത് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈയില്. അടുത്ത VIT വെല്ലൂർ. ഇതില് ഏതാണ് ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനായി അംഗീകരിച്ചിട്ടില്ലാത്തത്? ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, VIT വെല്ലൂര് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. Fifth question, India's first and only design university, World University of Design, opened its campus at. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ യൂണിവേഴ്സിറ്റി, അതിന്റെ പേരാണ് വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ എന്നുള്ളത്. അതിന്റെ ക്യാമ്പസ് തുറന്നത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരേ ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ അത് തന്നെ ആയിരിക്കും ആദ്യം തുറന്നത്. ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ ആണ്. വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ ആണ് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ഓൺലി ഡിസൈൻ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻസ് ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹരിയാനയിലാണ് ഫസ്റ്റ് വേൾഡ് യൂണിവേഴ്സിറ്റി ഡിസൈൻ. ഹരിയാനയിലെ സോണിപട്ടിലാണ് 2017 സ്റ്റാർട്ട് ചെയ്തത്. 2017 സോണിപട്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following institutions are empowered to confer or grant degrees under the UGC Act 1956? 1956 UGC ആക്ട് പ്രകാരം ഈ താഴെ പറയുന്നതിൽ ഏത് സ്ഥാപനത്തിനാണ് ബിരുദം നൽകാനുള്ള അധികാരമുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ ആക്ട് പ്രകാരം രൂപീകരിച്ച യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ രണ്ടാമത്തത് ലെജിസ്ലേച്ചറിന്റെ ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി. അടുത്തത് എ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലിംഗ്വിസ്റ്റിക് മൈനോരിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോരിറ്റി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇതിൽ ഏതിനൊക്കെയാണ് ബിരുദം നൽകാനുള്ള അധികാരം ഉള്ളത്? ഓപ്ഷൻ എ ഓൾ ദി അബോവ്, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1, 2 and 4, ഓപ്ഷൻ ഡി 1 and 2. അതിൽ ഒന്നാമത് പാർലമെന്റിന്റെ ആക്ട് പ്രകാരം നിലവിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് തീർച്ചയായും ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ട്, ലെജിസ്ലേച്ചറിനും അതിനുള്ള അധികാരമുണ്ട്. മൂന്നാമത്തെ, മൈനോരിറ്റി സ്ഥാപിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അതിന് UGCയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുകയുള്ളൂ. അടുത്തത്, ഡീംഡ് യൂണിവേഴ്സിറ്റീസിന് ഡിഗ്രി പ്രദാനം ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. അടുത്തത്, യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ. നെക്സ്റ്റ് വൺ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. ഇതിനൊക്കെയാണ് 1956 UGC ആക്ട് പ്രകാരം ബിരുദം നൽകാനുള്ള അധികാരം ഉള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following institute is not located at Delhi? താഴെ പറയുന്നതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിൽ അല്ലാത്തത്? ഓപ്ഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി, നാഷണൽ ഡിഫൻസ് കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടേറിയൽ ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇതിൽ ഏതാണ് ന്യൂഡൽഹിയിൽ അല്ലാത്തത്?
ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അത് ബാംഗ്ലൂരിലാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ബാക്കി 3 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി, നാഷണൽ ഡിഫൻസ് കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്രട്ടറിയൽ ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, ഇതെല്ലാം ന്യൂഡൽഹിയിലാണ്. ഇങ്ങനെ കുറെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് വൺ, which of the following councils has been disbanded in 2013? 2013 പിരിച്ചുവിട്ടത് താഴെ പറയുന്നതിൽ ഏത് കൗൺസിലാണ്? ഓപ്ഷൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, NCTE. ഫുൾ ഫോം എല്ലാത്തിന്റെയും പഠിക്കണം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, NCTE. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ, DEC. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, NAAC, NAAC. ഓപ്ഷൻ ഡി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇതിൽ ഏതാണ് 2013 പിരിച്ചുവിട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഇപ്പോൾ അക്രഡിറ്റേഷൻ നൽകുന്ന കൗൺസിൽ ഉണ്ട്, NAAC, NAAC ഉണ്ട്, then NCERT ഇപ്പോഴും ഉണ്ട്, പിന്നെ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനും ഉണ്ട്. പിന്നെ പിരിച്ചുവിട്ടത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഹാസ് ബീൻ ഡിസ്ബാൻഡഡ് ഇൻ 2013. അത് ഇഗ്നുവില് ലയിച്ചതാണ്. Next one, in 1947 the number of educational institutions, that means universities, in India was. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എത്ര എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് യൂണിവേഴ്സിറ്റീസ്. എത്ര യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് 38, 21, 39, 37. ആൻസർ ഓപ്ഷൻ ബി, 21. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 21 യൂണിവേഴ്സിറ്റികളും 496 കോളേജുകളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 21 യൂണിവേഴ്സിറ്റി, 496 കോളേജുകൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ന്യൂസ് ഈസ് എ വീക്ക്ലി ജേർണൽ ബ്രോട്ട് ഔട്ട് ബൈ. യൂണിവേഴ്സിറ്റി ന്യൂസ് എന്ന പേരിൽ വീക്ക്ലി ജേർണൽ കൊണ്ടുവന്നത് ഏത് ഏജൻസിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് NAAC, UGC, AIU, MHRD. ഇതിന്റെ എല്ലാം ഫുൾ ഫോം അറിയാമല്ലോ. NAAC നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, AIU അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസർച്ച് ഡെവലപ്മെന്റ്. ഇതിലെ യൂണിവേഴ്സിറ്റി ന്യൂസ് എന്ന പേരിൽ വീക്ക്ലി ജേർണൽ കൊണ്ടുവന്നത് AIU ആണ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അക്കാഡമിക് ലീഡേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും പോളിസി മേക്കേഴ്സ്, മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരുടെ എല്ലാം ഒരു ചർച്ചാവേദിയാണ് ഈ യൂണിവേഴ്സിറ്റി ന്യൂസ് എന്നുള്ള വീക്ക്ലി ജേർണൽ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലതവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.